ഹലോ, നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കൂലി വേല ചെയ്ത് ജീവിക്കുന്ന ഒരാൾ കാറ് വാങ്ങിയ കഥയാണ്. ഈ കഥയാണെങ്കിൽ വളരെ ഹൃദയസ്പർശിയായൊരു കഥ അതിൻ്റെ പുറകിലുണ്ട്. അതാണ് എൻ്റെ വേണ്ടപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ മകളുടെ ഹോസ്പിറ്റലിൽ യോഗയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള സമയം, പിന്നെ പ്രാണായാമത്തിനെല്ലാം കുറച്ച് സമയമുണ്ട്. അതുവരെയുള്ള സമയത്തിനകത്ത് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു. അതായത് ഇന്നലെ പണിക്ക് വന്ന വ്യക്തി ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരു വല്യമ്മയുടെ മകൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്, വരാൻ സൗകര്യപ്പെടില്ല, ഇന്ന് വരാം. അങ്ങനെ ഇന്നലെ വന്ന് പണികളെല്ലാം ആരംഭിച്ചു. മകളുടെ ഹോസ്പിറ്റലിലെ ജോലി തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, പണികൾ പറഞ്ഞാൽ കൃത്യമായി അത് ബോധ്യപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ഉള്ളൊരു പ്രാപ്തി. മാത്രമല്ല, നമ്മൾ കാണാത്ത പലതും അദ്ദേഹം കണ്ടു ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, മറ്റു പലരിലും കാണാത്ത ഒരു സവിശേഷത. അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാറ് വാങ്ങിയ കഥ പറയുന്നത്. കാറ് വാങ്ങാൻ കാരണമായത്, എനിക്ക് കടക്കുമ്പോൾ ഞാൻ എൻ്റെ കാറ് വാങ്ങിയ കഥ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടല്ലോ. വളരെ വർഷങ്ങൾക്ക് മുൻപ് ശൈലിയും ജന്യം, അതായത് ഭാര്യയും മകളും കാറ് വാങ്ങണം എന്ന് പലപ്പോഴും സൂചിപ്പിക്കുമ്പോഴും ഇതെല്ലാം നമുക്ക് യോജിച്ചതാണോ? അതെല്ലാം വളരെ ബാധ്യത വരുന്ന കാര്യമാണല്ലോ. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. വർഷങ്ങൾ തന്നെ അങ്ങനെ ഒഴിവാക്കി. അവസാനം ജെന്നിക്ക് മകളുണ്ടായപ്പോഴാണ് അതൊരാവശ്യമായി തോന്നിയത്. യഥാർത്ഥത്തിൽ എനിക്ക് ബസ്സിൽ കയറാനെല്ലാം വേറെ ബുദ്ധിമുട്ടുണ്ട്, കാൽമുട്ടെല്ലാം ബുദ്ധിമുട്ടാണ്. എങ്കിൽ എനിക്ക് കാറ് അങ്ങനൊരു സങ്കല്പമേ വരില്ലായിരുന്നു. പക്ഷേ കുട്ടി ജനിച്ചപ്പോൾ അതുമായി ബസ്സിൽ കയറുന്ന ബുദ്ധിമുട്ടും എല്ലാം കൂടി കണ്ടപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അങ്ങനൊരു സാമ്പത്തിക ബന്ധപ്പാടുള്ള വ്യക്തിയായിരുന്നില്ല. കാരണം ഷൈലയ്ക്ക് തന്നെ അന്ന് ഏകദേശം 65,000 രൂപ ശമ്പളമുണ്ട്, ഗവൺമെൻറ് ശമ്പളമാണ്. പിന്നെ PF-ലെല്ലാം വലിയ ഫണ്ടെല്ലാം അവർ ഉണ്ട്. അതുകൊണ്ട് ഒരു കാറ് വാങ്ങാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഈ ജെന്നിക്ക് കുഞ്ഞ് ജനിച്ചപ്പോൾ കാറ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഒരു ചെറിയ കാർ, അന്ന് കൂട്ടത്തിൽ ചിലവ് കുറഞ്ഞ ഒരു കാറ്. അങ്ങനെ ലോൺ എടുത്തു. ഒരു അധികം വൈകാതെ തന്നെ ലോണെല്ലാം അടച്ചു തീർത്തു. ആ കഥയുമായി ഞാൻ ഇതിനെ താരതമ്യം ചെയ്യുകയായിരുന്നു. ഇദ്ദേഹം പറയുകയായിരുന്നു, മകൻ എനിക്ക് നല്ലതുപോലെ അറിയാം, മകനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം അറിയാം. അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്കറിയാം. അങ്ങനെ +2 പഠിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എന്തെങ്കിലും തൊഴിൽ പഠിക്കട്ടെ. അങ്ങനെ അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ അവൻ പ്ലംബിങ്ങും വയറിങ്ങും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അച്ഛൻ്റെ തന്നെ ഒരു സുഹൃത്ത്, എൻ്റെയും സുഹൃത്താണ് അദ്ദേഹം. നല്ല ഉയർന്ന മനുഷ്യ മൂല്യങ്ങളെല്ലാം വെച്ച് പുലർത്തുന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ ഉയർന്ന രാഷ്ട്രീയ ബോധവുമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പണി പഠിക്കാൻ പോയത്. ആദ്യമായി ചെറിയ ചെറിയ ശമ്പളമെല്ലാം ആയിരുന്നു. അത്രയും പെട്ടെന്ന് ആൾ പണികളെല്ലാം പഠിച്ചു മിടുക്കനായി. അങ്ങനെ ശമ്പളം കിട്ടാൻ തുടങ്ങിയപ്പോൾ ആളൊരു ബൈക്ക് വാങ്ങി യാത്രകൾ അവർ സാധാരണ മാമൻ്റെ വീട്ടിൽ പോകും, വേണ്ടപ്പെട്ട വീടുകളിലെല്ലാം പോകുന്ന കൂട്ടത്തിലാണ്. എല്ലാ ചടങ്ങുകൾക്കും പോകും. അങ്ങനെ അമ്മയും കൊണ്ടുപോകും. ഒരാളിലേ കയറ്റാൻ പറ്റുകയുള്ളൂ. അച്ഛൻ ബസ്സിന് പോകും. പലപ്പോഴും അവൻ പറയും, ഞാൻ വന്ന് അച്ഛനെ കൊണ്ടുപോകാം. അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ ബസ്സിൽ തന്നെ പോകും. ഇത് അവൻ്റെ മനസ്സിനെ, കാരണം അവൻ്റെ അങ്ങനത്തെ ഒരു മനസ്സവനുണ്ട്. അവൻ ആലോചിച്ചു, ഇന്ന് പരിഹാരം ഒരു സെക്കൻഡ് കാർ വാങ്ങാം. അപ്പോൾ അവർക്കാണെങ്കിൽ ഒരു ചെറിയ കൊച്ചു തൊണ്ട് ഭൂമിയും അതിലൊരു ചെറിയൊരു വീടുമേ ഉള്ളൂ. പക്ഷെ അവൻ നോക്കുമ്പോൾ അവന് കിട്ടുന്ന പൈസ, അതുപോലെ തന്നെ മറ്റ് ചിലവുകളൊന്നുമില്ല. എല്ലാ ദിവസവും പണിക്ക് പോകും.
അതുകൊണ്ട് ആ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയാൽ അത് അവൻ്റെ ഒരു ആഗ്രഹം നടക്കും. അങ്ങനെ ഒരു 6,000 രൂപ മാസം വേണം, അത് ലോൺ. അവൻ പറഞ്ഞ് അച്ഛൻ അത് നോക്കുകയോ വേണ്ട, ഞാൻ അടച്ചു തീർത്തോളാം. അങ്ങനെ കാറ് വാങ്ങി പരമാവധി ഒരു ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞാൻ വിളിച്ചപ്പോഴും 3 പേരും കൂടി വല്യപ്പയുടെ മകൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും പോകും, 3 പേരും ഒന്നിച്ചു പോകും. അതുപോലെ തന്നെ ചുറ്റുവട്ടത്തെല്ലാം വളരെ പാവപ്പെട്ടവർ തന്നെയാണ്. അവിടെ ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങളോ എന്ത് വന്നാലും അവൻ്റെ കാർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഈ കാറ് പരമാവധി അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കുട്ടി ഈ സാധാരണ മക്കളെല്ലാം കുറേ സമ്പത്തും സൗകര്യവും വന്നതിന് ശേഷം അച്ഛനും അമ്മയും സന്തോഷം കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഉള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം പകരാൻ ഒരു മകൻ ശ്രമിക്കുകയാണ്. അത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇതുപോലൊരു മകന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവർ തന്നെയാണ്. ഈ കഥ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും മകനും ഭാര്യയ്ക്കുമായി സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.